ഹലോ. നമ്മൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്ന രണ്ട് സമയങ്ങളിലാണല്ലോ. ഒന്ന് സാലറി കിട്ടുമ്പോഴും, രണ്ട് നാട്ടിൽ പോകുമ്പോഴും. എന്തായാലും ആദ്യം പറഞ്ഞ കാര്യമല്ല ഞങ്ങൾ എക്സൈറ്റഡ് ആക്കുന്നത്. അതെ, നീണ്ട ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക്. ചായ കുടിച്ച് വീട്ടിലെ പണികളൊക്കെ ഒതുക്കി നേരെ ഷോപ്പിംഗ് മോളിലേക്ക് പോവാണ്. ഷോപ്പിംഗ് ലേഡീസിന് ഹരവും ആണുങ്ങൾക്ക് ഹറാമുമാണെന്ന് ഈ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ കാർ മൾട്ടി സ്റ്റോറിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ മാളിലേക്ക് കയറി. ഈ കഴിഞ്ഞ മൺഡേ സെൻറ്റ് പാട്രിക്സ് ഡേ ആയിരുന്നു. ഐറിഷുകാർക്ക് ഇതൊരു വലിയ ആഘോഷമാണ്. അതിനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷൻസും ഐറിഷ് കൾച്ചറൽ പ്രോഗ്രാംസും മോളിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന കുരുന്നുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ കളർഫുൾ പെയിൻറ്റ് ചെയ്തിറക്കുന്നത് സർവ്വസാധാരണമാണ്. ഈ വെറൈറ്റി പരിപാടികളൊക്കെ കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞേയില്ല. Nobody knows the way it's gonna be. എന്തായാലും ഇതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ മെയിൻ ദൗത്യത്തിലേക്ക് കടന്നു. സുധേട്ടൻ എപ്പോഴും പറയും ഞാൻ തുണിക്കടയിൽ കയറിയാൽ ആന കരിമ്പിൻകാട്ടി കയറിയ പോലെയാണെന്ന്. എല്ലാം എടുത്ത് തിരിച്ചു മറിച്ച് നോക്കി അതിൻ്റെ ക്വാളിറ്റിയും കുറ്റവും കുറവും കണ്ടുപിടിക്കുമ്പോഴേ എൻ്റെ ഷോപ്പിങ്ങിനൊരു പൂർണ്ണത വരും. അങ്ങനെ ഒരുപാട് തപ്പിത്തിരഞ്ഞ് മനസ്സിന് പിടിച്ച കുറച്ച് ഡ്രസ്സുകൾ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ സെൻറ്റ് പാട്രിക്സ് ഡേ ആയതുകൊണ്ട് ഓഫർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കീശ കാലിയാവാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തു. അടുത്ത് ഞങ്ങൾ പോയത് ബാഗിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒരുപാട് കളക്ഷൻസ് കടയിലുണ്ടായാലും അതും ഒരു പ്രോബ്ലമാണെന്ന്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അങ്ങനെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു. നമ്മുടെ രായമാണിക്യ സിനിമയിൽ മമ്മൂക്ക പറയുന്ന പോലെ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഒരു വരവ് കൂടി വരേണ്ടി വരും. പിന്നെ പോയത് ചെരുപ്പിൻ്റെ ഏരിയയിലേക്കാണ്. നമ്മുടെ നാട്ടിലെ കളക്ഷൻ്റെ 4-1 ഇവിടെ ഇല്ലെങ്കിലും വീട്ടിൽ പോകാൻ ചെരുപ്പെടുക്കണമല്ലോ. അങ്ങനെ അവിടെയും ഒരു പരുതി. കുറേ തപ്പി പിന്നെയും കുറേ തപ്പി അവസാനം മനസ്സിന് പിടിച്ച് ഒരെണ്ണം പൊക്കി. അങ്ങനെ സെലക്ട് ചെയ്ത ചെരുപ്പുമെടുത്ത് സുധേട്ടനെ തപ്പി ചെന്നപ്പോൾ ഒരാവശ്യവുമില്ലാതെ നിർവികാരനായി സ്കൂബിയുടെ ബാഗ് നോക്കി നിൽക്കുന്നു. പുള്ളിക്കാരനെയും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഈ കലാപരിപാടി തുടങ്ങിയിട്ട് മണിക്കൂർ 3 അങ്ങനെ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ക്ഷീണം മാറ്റാൻ ഒരു കോഫിയും വാങ്ങിത്തന്നു. പിന്നെ ഞങ്ങൾ പോയത് ദേ ഇങ്ങോട്ടാണ്. ഇതുവരെ ഉറങ്ങിക്കിടന്ന സുധേട്ടനിലെ സിംഹം സടകുടഞ്ഞെണീറ്റ അവസ്ഥയാണ് ഞാനിവിടെ കണ്ടത്. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, വില നോക്കുന്നു, ഓഫർ നോക്കുന്നു, പെർസെൻറ്റേജ് നോക്കുന്നു. ഈ മനുഷ്യൻ തന്നെയാണോ അരമണിക്കൂർ മുന്നേ എൻ്റെ കൂടെ ഉറക്കം തൂങ്ങി നിന്നതെന്ന് ഞാൻ ഓർത്തുപോയി. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അസ്തമയമാകാറായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വളരെ മനോഹരമായ പീസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് അസ്തമയ സമയത്ത് ലഭിക്കാറ്. ഒരു നാടൻ നൊസ്റ്റാൾജിയ ലൈൻ. അപ്പോൾ കൂടുതൽ ഷോപ്പിങ്ങും
നാട്ടിലേക്കുള്ള പോക്കിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ?